ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിലിൽ കണ്ട മഹാസുദർശന മന്ത്രത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും മഹാസുദർശന ഹോമം എന്നത്. അതായത് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്ന ഒന്നാണ് മഹാസുദർശന ഹോമം. അതീവ ശ്രേഷ്ഠമായ ഒന്നാണ് കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിലെ ദോഷദുരിതങ്ങളും ദുഃഖങ്ങളും എന്ന് വേണ്ട എല്ലാ തടസ്സങ്ങളും അകറ്റി ഐശ്വര്യം നമ്മൾക്ക് ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മഹാസുദർശന ഹോമം. വളരെയധികം ഫലപ്രദമാണ്. മഹാസുദർശന മൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഇതിനു പകരമായി മഹാസുദർശന മന്ത്രവും നമുക്ക് ജപിക്കട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മഹാസുദർശന മൂർത്തി ക്ഷേത്രങ്ങൾ പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ നാടുകളിലുണ്ടല്ലേ, നമ്മളൊക്കെ ദർശിച്ചിട്ടുണ്ടാവും. അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അതായത് മഹാവിഷ്ണു ഭഗവാന്റെ ഒരു അവതാരം പോലെയാണ് മഹാസുദർശന മൂർത്തിയെ നമ്മൾ കണക്കാക്കുന്നത്. പറ്റുമെങ്കിൽ മഹാസുദർശന മൂർത്തി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി മന്ത്രത്തെക്കുറിച്ച് പറയാം. എന്തിനാണ് നമ്മൾ മന്ത്രം ജപിക്കുന്നത് വെച്ചാൽ, ഈ മന്ത്രം നമ്മളെ ഒരു കവചം പോലെ സംരക്ഷിച്ച് അളവറ്റ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യാൻ ഉതകുന്നതാണ് കേട്ടോ മഹാസുദർശന മന്ത്രം എന്ന് പറഞ്ഞാൽ. ഇനി മന്ത്രത്തെക്കുറിച്ച് പറയാം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധാസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർ മോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവധിക്ഷോഭണകരായ ഹുംഫട് ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ. ഡിസ്ക്രിപ്ഷനിൽ മന്ത്രം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ചൊല്ലണം കേട്ടോ. 2 നേരം ജപിക്കാൻ കഴിഞ്ഞാൽ അത്യുത്തമമാണ്. അതായത് 36 തവണയോ, ഏറ്റവും കുറവാണെങ്കിൽ 8 തവണ എന്ന് പറയുന്നുണ്ട്. 36 എങ്കിലും ജപിച്ചോളൂ. അത്യധികം ശുഭകരമാണ്. 2 നേരം, അതായത് രാവിലെയും വൈകുന്നേരവും ജപിക്കാവുന്നതാണ് കേട്ടോ. സാക്ഷാൽ വിഷ്ണു ഭഗവാനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട്, സുദർശനമൂർത്തിയെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ജപിക്കണം കേട്ടോ. വിളക്കൊക്കെ കൊളുത്തി വെച്ചാൽ അതീവ ശുഭമാണ്. ഭഗവാനെ മനസ്സിലോർത്തുകൊണ്ട് ജപിക്കാനും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. മഹാസുദർശന മന്ത്രം ജപിച്ചോളൂ, സർവ്വ കാര്യങ്ങൾക്കും വിജയമാണ്. ജപിക്കാൻ പറ്റുന്ന പ്രേക്ഷകർ ജപിച്ചോളൂ കേട്ടോ. മഹാസുദർശന ഹോമം നടത്താൻ പ്രയാസമുള്ളവർക്കൊക്കെ മഹാസുദർശന മന്ത്രം ജപിച്ചാൽ മതി. പക്ഷേ ഹോമത്തിൻ്റെ ഫലമാണ് കേട്ടോ നൽകുക, അത് വേറെ തന്നെയാണ്. എന്നാലും ജപിക്കാനും അതായത് നമുക്ക് ഹോമം നടത്താനൊക്കെ സാഹചര്യം കഴിവൊന്നും ഇല്ലാത്തവർക്ക് മഹാസുദർശന മന്ത്രം ജപിച്ചാലും മതി. ഭഗവാന്റെ അതേ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്